എങ്ങോട്ടാ ചേട്ടാ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് എത്രയോ? എവിടാ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ 65 രൂപ. 65 രൂപ? ഈ തൊട്ടടുത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് 65 രൂപ? 65 രൂപയാവും. ഓ എന്റെ ചേട്ടാ, പെട്രോളിന്റെ കാശെ കുറച്ചില്ല, എന്തെങ്കിലും ഒന്ന് കുറക്കാൻ പാടില്ലേ? ചേട്ടാ അപ്പൊ ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കണത്? എന്താണ്? ഇന്ത്യ ADB കരാറിൽ ഒപ്പുവെച്ചത് വലിയ മണ്ടത്തരമൊന്നും ചേട്ടൻ തോന്നണല്ലേ? അത് മാത്രമല്ല, നമ്മുടെ രാജ്യം ഇപ്പൊ ഭീകരതയെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം തീവ്രവാദികളാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ ആഗോളവൽക്കരണത്തിനെതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇതൊക്കെ എന്റെ അടുത്ത് പറയണ എന്തിനാണ്? ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞ് കാശ് കൂടുതൽ മേടിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ ചേട്ടാ. കാരണം എനിക്കും ജീവിക്കണ്ടേ. ഈ ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണേന് എത്രയോ? ലഗേജിന് പൈസ ഒന്നും വേണ്ട. ലഗേജ് ഫ്രീ? എന്നാ ഈ സാധനം വെച്ചോ, അതിനകത്തൊന്നും കുഴപ്പമില്ല. ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേക്ക്. അപ്പൊ ചേട്ടൻ പറ്റില്ല? ഞാൻ മനില്ല, ഞാൻ ബസ്സിന് വന്നോളാം പറയില്ലേ. ചേട്ടന്റെ വണ്ടിക്ക് കാശ് തരണ്ടല്ലേ ലഗേജിന്? അയ്യാ അത് പറ്റൂല. എടാ വെപ്പ എനിക്ക് ജീവിക്കണ്ടേ? കാലത്ത് ഉടായ്പായിട്ട് ഇറക്കിയല്ലേ ഞാൻ എടുത്തോളാം. അല്ല പിന്നെ കർത്താവെ, കോളടിച്ചല്ല, ജപ്പാൻകാരനല്ല, ഇന്ന് ഇയാളെ ഞാൻ പറ്റിക്കും. ഹലോ, കർത്താവെ, ഗോൾഡ് ഫിൽറ്ററിന് അവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ചാങ്ചി ചുങ്ചിന്ന്. അപ്പൊ കാശിനെന്തായിരിക്കും പറഞ്ഞെന്നാവോ? ഒരു പണിയോ ഒരു ഐഡിയ ഉണ്ട്. അയ്യോ, അത് തെറിയായിരുന്നു. ഹലോ, എവിടെയാണ് പോണ്ടത്? എന്തായിരുന്നു എന്നത് ഈ സാധനത്തിനെ കൊണ്ട് ചിറ്റിയല്ലേ? എവിടെ പോണം? മാമന്റെ വീട്ടിൽ പോണം. അങ്ങനെ മലയാളത്തിൽ പറ. എവിടെ പോണം? മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാമോ? മാമന്റെ വീട് വഴി നേരെ പോണം. അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് പോണോ? എന്റെ ദൈവമേ, മാമന്റെ വീട്ടിൽ പോണം. പോകാ കേറ്. മാമന്റെ വീട്ടിലല്ലേ? അപ്പാപ്പന്റെ വീട്ടിൽ വരെ ഞാൻ ഉണ്ടാക്കി തരാം. ഇതെന്തു വണ്ടിയാണ് ഇത്? സ്റ്റോപ്പ്, അവിടെ സ്റ്റോപ്പ്. എന്താണ് അമ്മാവന്റെ വീട്? അയ്യോ, ഇത് എന്റെ അമ്മാവന്റെ വീടല്ല. എന്റെ പൊന്നു സാഹിബ്, ഇത് എത്രാമത്തെ തവണയാണ് അമ്മാവന്റെ വീട് അതാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കണത്? എന്താണ് ഈ കാണുന്നത്? എന്താണ്? നിങ്ങളുടെ നാട്ടിലെ വയലുകൾ മുഴുവൻ നികത്തുകയാണല്ലോ. എന്റെ സായിപ്പ്, അത് വയലൊന്നുമല്ല, പിന്നെ അതാണ് എറണാകുളത്ത് ഏറ്റവും തിരക്കുള്ള MG റോഡ്. അത് ടാർ ചെയ്യണാണ് കാണുന്നത്, അല്ലാണ്ട് വയല് എത്തണമെന്നല്ല. വയല് നികത്തുന്നതല്ലേ? അല്ല. കണ്ടാൽ വയല് പോലുണ്ടല്ലോ. MG റോഡ് കണ്ടാലും വയല് കണ്ടാലും ഒരേപോലെ എന്താ തോന്നുന്നുള്ളത്? ആണല്ലേ? അതെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ല. നമ്മുടെ നാടിനെ കുറ്റം പറയല്ലേട്ടാ. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടു നടന്നാൽ എങ്ങനെ പുരോഗതി ഉണ്ടാവും? വിദ്യാഭ്യാസം വേണം. നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകൂ. ഓ, ആ വണ്ടി പോയ പോക്ക് കണ്ടോ? എന്തൊരു സ്പീഡാണ്! എന്താണ്? തീർച്ചയായിട്ടും അതിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. ജപ്പാന്റെ എഞ്ചിൻ ഉപയോഗിച്ചാലേ അത്രയ്ക്ക് സ്പീഡിൽ പോകാൻ പറ്റൂ. അതാണ് അതിന് അത്ര സ്പീഡിൽ പോയത്. നിങ്ങളൊക്കെ എന്നാണ് ഇനി ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നത്? അതെ, ജപ്പാന്റെ ടെക്നോളജി ഒക്കെ അവിടെ കിട്ടെ. നമുക്ക് അമ്മാവന്റെ വീട് തപ്പി പോവാ. നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലല്ലോ. എന്താണ് കാരണം? എന്താണ് കാര്യം? പറ. ഞങ്ങളുടെ ജപ്പാനിൽ വന്ന് നിങ്ങൾ നോക്കൂ. ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രോണിക്സുകൾ, കമ്പ്യൂട്ടറുകൾ, കൃഷികൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ രാജ്യം ഡെവലപ്പ് ആണ്. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഇറക്കുമതി ചെയ്യുകയാണ് ഞങ്ങൾ. ഇതെല്ലാം കമ്പ്യൂട്ടറൊക്കെ എല്ലാം ഇറക്കുമതി ചെയ്യുന്നു. ഇവിടുത്തെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ടില്ല. ഇവിടെ ഇറക്കുമതി ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എന്താണ്? കടാര, കുന്തം, കുറുവടി, AK-47 ബോംബ്. അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ കമ്പ്യൂട്ടർ അല്ലേ? ഓ മൈ ഗോഡ്, ഭീകരാക്രമണം! അതാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസം. ഓ മൈ ഗോഡ്, ആ വണ്ടി പോയ സ്പീഡ് കണ്ടോ? സ്പീഡിലാണ് പോയത്. തീർച്ചയായിട്ടും അത് ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതെല്ലേ? എന്നാണ് ഇനി നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത്? നമുക്ക് അമ്മാവന്റെ വീട് നോക്കാന്ന്. അമ്മാവന്റെ വീട് ഇനി ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും? അമ്മാവന്റെ വീട് സായിപ്പ് കയറി ഞാൻ കണ്ടുപിടിച്ചു തരാം. അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട് അന്വേഷിച്ച് അമ്മാവന്റെ വീട്. നിത്തു അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്. ഓ, അത് അമ്മാവന്റെ വീടല്ല, ഫ്ലാറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ നാടിന് ഒരു പുരോഗതിയുമില്ല. എന്താണ് ഇപ്പൊ വേണ്ടത്? നിങ്ങൾ ജപ്പാനിൽ വന്ന് നോക്കൂ, അവിടെ വന്ന് നോക്കൂ. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ വിവാഹം പോലും ഇമെയിൽ വഴിയാണ് നടക്കുന്നത്.
എന്താണ്? ഇമെയിൽ വഴിയാണ് വിവാഹം നടക്കുന്നത്. ജപ്പാനില്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഫീമെയിൽ ആയിട്ടാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ കൺട്രി ഫെലോസ്, എന്തു ചെയ്യാനാണ്? ഓ മൈ ഗോഡ്, ആ വണ്ടിയുടെ സ്പീഡ് കണ്ടോ? തീർച്ചയായും അതിനുള്ളിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും. നല്ല സ്പീഡിൽ ഓടാമല്ലോ. സ്പീഡിൽ ഓടാ ജപ്പാന്റെ എഞ്ചിൻ വെച്ച് കഴിഞ്ഞാല്. എന്റെ പൊന്നു ജപ്പാൻകാരൻ 10 മണിക്ക് കാലത്ത് 10 മണിക്ക് ഓട്ടോറിക്ഷ കയറിയതാണ് അമ്മാവന്റെ വീട്ടിൽ പോകണം. എവിടെ അമ്മാവന്റെ വീട്? നേരെ ഇട്ടാറ ഇനിയാൾ അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചില്ലേ? എവിടെ എന്റെ അമ്മാവന്റെ വീട്? കേറി എന്റെ അകത്ത് കയറി, ഞാൻ എവിടെയെങ്കിലും കൂടെ ആക്കിത്തരാം. ഇത് ജപ്പാനിൽ നിന്ന് ചങ്ങല അമ്മാവന്റെ വീട് തോന്നുന്നു. ബാറ് പൂട്ടുന്നതിന് മുമ്പ് അമ്മാവന്റെ വീട് കണ്ടാ മതിയായിരുന്നു. സ്റ്റോപ്പ്, നിർത്തു. കിട്ടി, അമ്മാവന്റെ വീട് കിട്ടി. ചുമന്ന ഗേറ്റ്, അമ്മാവന്റെ വീട്. ഹായ്, അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചു. ഇതാണ് അമ്മാവന്റെ വീട്. സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓട്ടോക്കാരാ, എത്ര രൂപയായി? എന്താണ്? ഹൗ മെനി റുപ്പീസ്? മീറ്ററിൽ നോക്കിക്കോ, 2500 രൂപ. ഓ മൈ ഗോഡ്, 2500 റുപ്പീസ്. അത് കൂടുതലാണ്. ജപ്പാൻകാരൻ വണ്ടി കയറിയപ്പോ തുടങ്ങി പറയണല്ലേ ജപ്പാന്റെ എഞ്ചിൻ വെക്ക്, ജപ്പാന്റെ മെഷീൻ വെക്ക്, ജപ്പാന്റെ മീറ്റർ വെക്കുന്നത്. ആയിരിക്കണത് ജപ്പാന്റെ മീറ്റർ. അതിന് ഇത്തിരി സ്പീഡ് കൂടും. എന്താ പെങ്ങളെ വലിയ സന്തോഷത്തിലാണല്ലോ ഇന്ന്? എന്ത് പറ്റി? അതെ, ഇപ്പൊ പുതിയ റിയാലിറ്റി ഷോ വന്നിട്ടില്ലേ, ലഹളാരത്നം എന്ന് പറഞ്ഞു. അതിലെന്നെ സെലക്ട് ചെയ്തു. എന്റെ അമ്മോ, അതെ. കപ്പിൾ ഷോ 25 ലക്ഷം രൂപ സമ്മാനം. അതെയോ? മോളെ, മമ്മിയെ ഡിസ്റ്റർബ് ചെയ്യരുത്. മമ്മി ഇപ്പൊ പോയ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അല്ല പെങ്ങളെ, ഈ മുകുന്ദൻ സ്ഥലത്തില്ലാത്തപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഒരു കപ്പിളാവുന്നത്? എന്റെ പൊന്നിയേട്ടാ, അതിന് അവിടെ കപ്പിൾ തന്നെ പോണം നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ പഠിപ്പിക്കാനും അതുപോലെ ഡാൻസ് ട്രെയിൻ ചെയ്യാനൊക്കെ ഒരാളിപ്പ് ഇങ്ങോട്ട് വരും. രണ്ടെണ്ണത്തിന്റെ പാന്റ് ഉലിഞ്ഞു പോയല്ലേ കൊണ്ടാത്? പാന്റ് ഉലിഞ്ഞു പോണല്ല, ഇത് ഫാഷനാണ്, ഫാഷൻ. ഓഹോ, നമ്മളാരാ പറഞ്ഞു? ഞാൻ യോയോ, അത് അയ്യോ. ക്രൂവാലിറ്റി ഷോന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. ഇയാളാണ് കപ്പിളായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ആളങ്ങനെ വിലയിരുത്തിട്ടോ, ഭയങ്കര കഴിവുള്ള ആളാ. ഓടും ചാടും, അപ്പുറത്തെ വീട്ടിൽ ചാടി കയറും. ഭയങ്കര കഴിവുള്ള ആളാ. ഭ്രാന്ത. ഈ കഴിവ് കൂടി കഴിയുമ്പോ, ഒരു പരിധി കഴിയുമ്പോ ഭ്രാന്ത് എന്ന് പറയും. എന്റെ തല കണ്ടില്ലേ, മുഴുവൻ കഴിവായിരുന്നു. അപ്പൊ നമ്മള് ക്രൂവാലിറ്റി ഷോയിൽ ആദ്യം നമുക്ക് വേണ്ട കഴിവ് എന്താണെന്ന് വെച്ചാൽ ബിഹൈവ്. അത് കുപ്പിയുടെ പേരല്ലേ? ഇതല്ല, ആ ബിഹൈവ് അല്ല, ഇത് ബിഹേവിംഗ്, പെരുമാറ്റം. അതായത് തറുതല പറയാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ജഡ്ജസ് എന്ത് ചോദിച്ചാലും വളരെ സന്തോഷത്തോടു കൂടി മറുപടി പറയണം. ഹാപ്പി ആയിരിക്കണം. ഹാപ്പി, അവരായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റണം. അതെ. ഇപ്പൊ അവര് ചോദിക്കണം നിങ്ങൾക്ക് പണിയൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയണം, ഇല്ല വെറുതെ ഇരിക്കാനെന്ന് പറയണം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഈ പാടി അഭിനയിക്കാനുള്ള കഴിവ്. ഈ സിനിമാറ്റിക് പാട്ടൊക്കെ ഇട്ടിട്ട് അതിനനുസരിച്ച് പാടി അഭിനയിക്കണം കഥയായിട്ട്. അതെ, ഈ ചന്തപ്പെണ്ണുകളില്ലേ അതുപോലെ ഇരിക്കണം. മാർക്കറ്റ് ലേഡീസ്, ഈ മീൻ മാർക്കറ്റ് ലേഡീസ്. ഓക്കെ, അപ്പൊ നമുക്ക് പാടി അഭിനയിക്കാനുള്ള ട്രെയിനിങ് തുടങ്ങാം. ഓക്കെ, ക്യാമറ. അതെ മോളെ, മമ്മി 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേ മമ്മിക്ക് കൂടുതൽ മാർക്ക് കിട്ടി. അല്ല, മോളെന്താ സ്കൂളിൽ പോവാഞ്ഞേ? സിസ്റ്റർക്ക് 2 റൗണ്ട് കഴിഞ്ഞപ്പോ മാർക്ക് കൂടുതൽ കിട്ടിയല്ലോ. കൊച്ചിന്റെ മാർക്ക് കിട്ടിയതെല്ലാം എല്ലാം അങ്ങോട്ട് പോയി. ഇത് കണ്ട പ്രോഗ്രസ് കാർഡാ. എല്ലാ വിഷയത്തിനും 50, 60, 80 മാർക്ക് ഉണ്ടായിരുന്ന കൊച്ചിന് 13, 14, 15 ഉള്ളൂ. സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാ. അതെ, റിയാലിറ്റി ഷോനൊക്കെ പോണൊക്കെ കൊള്ളാം. പിള്ളേരുടെ കാര്യം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ, പിള്ളേരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. അതെ, നമ്മളിങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്നത് നല്ലത് തന്നെയാ. പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മൾ ഹീറോ ആയിട്ട് വരുമ്പോഴേ നമ്മുടെ മക്കളൊക്കെ സീറോ ആയി തീരും.